പ്രിയമുള്ളവരെ, വചനജ്വാല 1667 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 38 അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. 50 നോമ്പിന്റെ 39 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 25 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമുക്ക് വചന വായനയിലേക്ക് പ്രവേശിക്കാം. ജെറമിയ കിണറ്റിൽ. മത്താന്റെ പുത്രൻ ഷെഫാത്തിയ, പാഷൂറിന്റെ പുത്രൻ ഗദാലിയ, ഷെമിലിയായുടെ പുത്രൻ യൂക്കാൽ, മൽക്കിയായുടെ പുത്രൻ പാഷൂർ എന്നിവർ ജെറമിയ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും. കൊള്ള മുതലായി തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. ഈ നഗരം ബാബിലോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അത് അവൻ കീഴടക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു. പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു, ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യമാക്കുന്നു. ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. സിദെക്കീയ രാജാവ് പറഞ്ഞു, ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ. അവർ ജെറമിയായെ കാവൽപ്പുരയുടെ മറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. ജെറമിയ ചെളിയിൽ താണു. അവർ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ എബദ്മെലെക്ക് എന്ന ഷണ്ടൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. എബദ്മെലെക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനനായ രാജാവേ, ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയ തിന്മ ഇവർ ചെയ്തിരിക്കുന്നു. അവൻ അവിടെ കിടന്ന് വിശന്നു മരിക്കും. നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു. രാജാവ് എത്യോപ്യക്കാരനായ എബദ്മെലെക്കിനോട് കൽപ്പിച്ചു, നീ ഇവിടെ നിന്ന് 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെറമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുൻപ് കിണറ്റിൽ നിന്ന് കയറ്റി. അതനുസരിച്ച് എബദ്മെലെക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികൾ എടുത്ത് ജെറമിയാക്ക് കിണറ്റിലേക്ക് കയറ് വഴി ഇറക്കി കൊടുത്തു. ഈ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് അതിന് പുറമെ കയറിടുക എന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു. ജെറമിയ അങ്ങനെ ചെയ്തു. അവർ ജെറമിയായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജെറമിയ കാവൽപ്പുരത്തിൽ തളത്തിൽ താമസം തുടർന്നു. സിദെക്കീയ ഉപദേശം തേടുന്നു. സിദെക്കീയ രാജാവ് കർത്താവിന്റെ ആലയത്തിന്റെ 3-ാം കവാടത്തിലേക്ക് ജെറമിയ പ്രവാചകനെ ആളയച്ചു വരുത്തി. ഞാൻ നിന്നോടൊന്ന് ചോദിക്കാം, ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ജെറമിയ സിദെക്കീയായോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ? എന്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല. അപ്പോൾ സിദെക്കീയ രാജാവ് ജെറമിയായോട് രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു, നമുക്ക് ജീവൻ നൽകിയ കർത്താവാണ്, ഞാൻ നിന്നെ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല.
അപ്പോൾ ജെറമിയ സെദെക്കിയായോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും, നഗരം അഗ്നിക്കിരയാവുകയില്ല, നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അത് ചുട്ടു ചാമ്പലാക്കും, അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല. സെദെക്കിയ രാജാവ് ജെറമിയായോട് പറഞ്ഞു, കൽദായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ജെറമിയ പറഞ്ഞു, നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നോട് പറയുന്ന കർത്താവിന്റെ വാക്കു കേൾക്കുക, നിനക്ക് ശുഭം സംഭവിക്കും, നിന്റെ ജീവൻ സുരക്ഷിതരായിരിക്കും. എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്, യൂദാ രാജാവിന്റെ കൊട്ടാരത്തിൽ അവശേഷിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു, അവർ നിന്നെ തോൽപ്പിച്ചു, നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്ന് അവർ പറയും. നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽദായരുടെ അടുക്കിലേക്ക് ആനയിക്കപ്പെടും, നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും, ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും. സെദെക്കിയ ജെറമിയായോട് പറഞ്ഞു, ഇക്കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കുകയില്ല. എന്നാൽ ഞാൻ നിന്നോട് സംസാരിച്ചു എന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന്, നീ രാജാവിനോട് എന്തു പറഞ്ഞു? രാജാവ് നിന്നോട് എന്തു പറഞ്ഞു? ഒന്നും മറച്ചു വെക്കരുത്. എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥന്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജ്യസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം. പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെറമിയായെ ചോദ്യം ചെയ്തു. രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ജെറമിയ അവരോട് പറഞ്ഞു. അവർ അവനെ വിട്ടുപോയി. എന്തെന്നാൽ രാജാവ് നടത്തിയ പ്രഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല. ജെറൂസലേം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ ജെറമിയ കാവൽപ്പുരത്തളത്തിൽ വസിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മുടെ അമ്മ മാതാവിന്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനം. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യുവാക്കുമിന്റെയും അന്നയുടെയും മകളായ മറിയത്തിലെ ഗബ്രിയേൽ ദേവദൂതൻ അഭിവാദനം ചെയ്ത്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അനുഗ്രഹീത, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് മംഗളവാർത്ത അറിയിക്കുകയും, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതുമായ ആ പൊൻസുദിനമാണ് ഇന്ന്. മറിയത്തെ അത്യുന്നതമായ ദൈവമാതൃസ്ഥാനത്തേക്ക് ഉയർത്തിയ പൊൻസുദിനം കൂടെയാണ് ഇന്ന്. മാതാവിന്റെ അഗാധമായ എളിമയും അനുസരണവും നമുക്കും പരിശീലിക്കാം. മാതാവ് സങ്കടത്തിലും സന്തോഷത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയതുപോലെ നമുക്കും ദൈവ തിരുമനസ് കീഴ്വയ്ക്കുവാൻ വേണ്ടി കൃപ മാതാവിനോട് യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.